അപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകുമ്പോൾ അത് മലശോധനയെയും ബാധിക്കാവുന്നതാണ്. കാരണം ഇതിന്റെ വീക്കം ഈ ഗ്രന്ഥി വളരുന്നത് വൻകുടലിന്റെ അഗ്രഭാഗം, അതായത് റെക്ടം എന്നുള്ള ഭാഗത്തേക്കാണ്. അതുകൊണ്ട് മലബന്ധം ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരാവുന്നതാണ്. തിരുവനന്തപുരം SVT ഹോസ്പിറ്റലിലെ യൂറോ സർജൻ ഡോക്ടർ നന്ദഗോപാലപ്പൻ. ഡോക്ടർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാവുന്നത്? പ്രോസ്റ്റേറ്റ് വീക്കത്തിന് കാരണം ഏജ് റിലേറ്റഡ് ആണ്. പ്രായം ഏറി വരുമ്പോഴാണ് ഇത് സാധാരണ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടാണ്, ഗ്രന്ഥിയുടെ വളർച്ച കൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകുന്നത്. ഇതിന് അടിസ്ഥാനമായുള്ള ഒരു ഉൽപ്രേരകമായി ഉള്ള ഘടകം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഇതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയിലും വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇത് എല്ലാവരിലും ഇതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യണമെന്നില്ല. അതായത് തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ആളുകൾക്ക്? എന്തൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ? നേരത്തെ തിരിച്ചറിയാനുള്ള വഴികൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഡോക്ടറിലേക്ക് എത്തേണ്ടത്? പ്രധാനമായും ഇത് മൂലമുള്ള ലക്ഷണങ്ങൾ രണ്ടു തരത്തിലാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂലമുണ്ടാകുന്ന മൂത്ര തടസ്സം കൊണ്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ മൂത്രമൊഴിക്കാൻ ചെല്ലുമ്പോൾ കൂടുതൽ സമയമെടുക്കുന്നു മൂത്രം വരാനായിട്ട്, സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലെ തന്നെ വിട്ടുവിട്ട മൂത്രം വരുന്നു, മൂത്രധാര നേർത്തതായി വരുന്നു, ഇതുപോലെയുള്ള സിംറ്റംസ് വരുന്നു. അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി മൂത്രം പോയി തീർന്നിട്ടില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു. ഇതിന് ഇൻകംപ്ലീറ്റ് വോയിഡിംഗ് സെൻസേഷൻ എന്ന് പറയും. വേറൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, ചില പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച കുറച്ച് ബ്ലാഡറിനകത്തോട്ടായിരിക്കും. അപ്പോൾ ഇറിറ്റേഷൻ സിംറ്റംസ് ആയിരിക്കും കൂടുതൽ കാണുക. എന്ന് വെച്ചാൽ അർജന്റ് ഇൻകോണ്ടിനൻസ്, അതായത് മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിയന്ത്രണം ഇല്ലാതെ മൂത്രം പോവുക, പിടിച്ചു വയ്ക്കാൻ സാധിക്കാതിരിക്കുക, കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം അറിയാതെ പോവുക, അതിന് അർജന്റ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇതിന്റെ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ രോഗം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പരിശോധനകൾ, ഏത് സ്റ്റേജിലാണ് പേഷ്യന്റ് ഉള്ളതെന്ന് അറിയാനുള്ള പരിശോധനകൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങളുമായി ഏതെങ്കിലും രോഗി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് രോഗവിവരം തിരക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഏത് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കൂടുതൽ ഉള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇതിന്റെ സിവിയറിറ്റി അളക്കാനായിട്ട് ഒരു ഇന്റർനാഷണൽ പ്രോസ്റ്റേറ്റ് സിംപ്റ്റം സ്കോർ IPSS എന്ന് പറയുന്ന ഒരു ചോദ്യാവലിയുണ്ട്. അതില് ഗ്രേഡിംഗ് അനുസരിച്ച്, അതിന്റെ പോയിന്റ് സ്കോർ അനുസരിച്ച് നമ്മുടെ ഈ രോഗിയുടെ രോഗലക്ഷണങ്ങളുടെ തീവ്രത നിശ്ചയിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ദേഹപരിശോധനയാണ്. ദേഹപരിശോധന പ്രധാനമായി വരുന്നത് മലദ്വാരത്തിലൂടെ വിരൽ കടത്തി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം അസസ് ചെയ്യാൻ എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഘടന, അതുപോലെ തന്നെ വലിപ്പം എന്നിവ മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ടെസ്റ്റുകളാണ്. ടെസ്റ്റുകളിൽ പ്രധാനമായി വരുന്നത് അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുമൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം, അതുപോലെ തന്നെ അതിന്റെ എക്കോജെനിസിറ്റി എന്ന് പറയും, അതിന്റെ ഘടനയിലുള്ള വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രം അധികം ബ്ലാഡറിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അൾട്രാസൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ യൂറിൻ ഇതുമൂലം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സീറം ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ യൂറിൻ റുട്ടീൻ, യൂറിൻ കൾച്ചർ ടെസ്റ്റുകളുണ്ട്. പിന്നീടുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ PSA എന്നുള്ള ഒരു ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതുമൂലം നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്താൻ സാധിക്കും. PSA ടെസ്റ്റ് കൂടുകയാണെങ്കിൽ, PSAയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഇൻഫെക്ഷൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബയോപ്സി ടെസ്റ്റ് ആണ്. ബയോപ്സി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഒരു ടിഷ്യൂ എടുത്ത് നമ്മൾ ലാബിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഒരു പത്തോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ക്യാൻസറസ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് എത്രത്തോളം അപകടകാരിയാണ്? എങ്ങനെ അതിനെ തിരിച്ചറിയാം? ഇപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ മൂലമുള്ള വളർച്ചയാണെങ്കിൽ സിംറ്റംസ് ചിലപ്പോൾ വളരെ വൈകിയ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. പലപ്പോഴും ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ബാധിക്കുന്ന ഒരു അവയവമാണ് നട്ടെല്ല്. അപ്പോൾ നട്ടെല്ലിലേക്ക് വ്യാപിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പലപ്പോഴും ഒരു പ്രായമായ ഒരാൾ നട്ടെല്ലിന് വേദനയായി വരികയാണെങ്കിൽ
നമ്മൾ ക്ലിനിക്കലി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പമുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ വരികയാണെങ്കിൽ PSA ടെസ്റ്റും അതിന്റെ ബയോപ്സി ടെസ്റ്റുകളും ചെയ്ത് രോഗനിർണയം നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം മൂലമുണ്ടാകുന്ന വോയിഡിങ് ആൻഡ് സ്റ്റോറേജ് സിംറ്റംസ്, മൂത്രത്തിന്റെ തടസ്സം, മൂത്രത്തിന് വരാനുള്ള താമസം, ഇതെല്ലാം കണ്ടുവരാറുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പത്തിനനുസരിച്ചാണോ ചികിത്സയുടെ ആ ഒരു ടൈം എടുക്കുന്നത്, ഇല്ലെങ്കിൽ രോഗിയുടെ പ്രായം, ഇതൊക്കെ ചികിത്സാ രീതിക്കും ഇല്ലെങ്കിൽ അതിനെടുക്കുന്ന സമയത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടോ? പലർക്കും പലതാണ്. തീർച്ചയായിട്ടും സൈസ് ഡസൻ മാറ്റർ എന്നൊരു ചൊല്ലുണ്ട്. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. പലപ്പോഴും വലിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആണെങ്കിലും ചിലപ്പോൾ ലക്ഷണങ്ങൾ അധികം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ചെറിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ലക്ഷണം കൂടിയെന്നിരിക്കും. അപ്പൊ പ്രധാനമായും ലക്ഷണങ്ങൾ, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്റർനാഷണൽ പ്രോസ്റ്റേറ്റ് സിംപ്റ്റം സ്കോർ, അതിലത്തെ സ്കോർ അനുസരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ചികിത്സാ രീതി തീരുമാനിക്കുന്നത്. അപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത ഒരു രോഗിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പമുണ്ടെന്ന് കരുതി ആ പേഷ്യന്റിന് ലക്ഷണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചികിത്സയുടെ ആവശ്യം തന്നെ ഇല്ല. എല്ലാവരും മറിച്ച് ഒരു ചെറിയ പ്രോസ്റ്റേറ്റ് ആണ്, പക്ഷെ സിംറ്റംസ് വളരെ കാര്യമായിട്ടുണ്ടെങ്കിൽ ചികിത്സകൾ വേണ്ടി വരും. അതുകൊണ്ട് സൈസ് മാത്രം ഒരു ക്രൈറ്റീരിയയായി നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. ഇതിന്റെ ചികിത്സാ രീതിയിലേക്ക് കടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചികിത്സ? ഏതൊക്കെ സ്റ്റേജസിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സയാണ്? മെഡിസിൻ കൊണ്ട് മാത്രം മാറുന്ന പ്രശ്നങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പം ഈ ബ്ലാഡർ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ചികിത്സകളിൽ മാറുന്ന പ്രശ്നങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ കൂടുതൽ സർജറിയിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യമാണോ കൂടുതലായിട്ടും? തീർച്ചയായും ആരംഭദശയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ മരുന്നുകൾ തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ വരുന്നത്. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ മസിലിന്റെ റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഗ്ലാൻഡ് ഷ്രിങ്ക് ചെയ്യുക, ചുരുക്കാനുള്ള മരുന്നുകൾ, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ചെറിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആണെങ്കിൽ റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകൾ മാത്രം മതിയാകും. എന്നാൽ വലിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആണെങ്കിൽ കോമ്പിനേഷൻ മരുന്നുകൾ വേണ്ടി വരും. എങ്ങനെയാണ് മരുന്നുകളുടെ ചികിത്സ വെച്ചിട്ടുള്ള ചികിത്സാ രീതി എങ്ങനെയാണ്? നേരെ മറിച്ച് ഇതുകൊണ്ട് പറ്റാത്ത കേസ് സാഹചര്യങ്ങളിൽ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. അതെപ്പോഴാണ് സർജറി ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം, ഘട്ടം അതേതാണ്? നമ്മൾ മരുന്നുകൾ കൊടുത്തു ഒരു രോഗി പ്രതികരിക്കുന്നില്ല, കുറച്ച് അധികം കാലം നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്തു, സ്കോറിൽ ഇംപ്രൂവ്മെന്റ് വരുന്നില്ല, അതൊരു ഇൻഡിക്കേഷനാണ്, സർജറിക്കുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അതുപോലെ കൂടെ മൂത്ര തടസ്സം ഉണ്ടാവുക, ട്യൂബ് ഇടേണ്ടി വരിക. ഒരു പ്രാവശ്യം മൂത്ര തടസ്സം ഉണ്ടായി ട്യൂബ് ഇടേണ്ടി വന്നു, അത് കഴിഞ്ഞിട്ട് ട്യൂബ് എടുത്തു, മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ടും വീണ്ടും തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ അതിന് റിഫ്രാക്ടറി യൂറിനറി റിട്ടൻഷൻ എന്ന് പറയും. ആ സാഹചര്യത്തിലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം മൂത്രസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുക, കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതെല്ലാം സർജറി ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. ഞാൻ ഒരു 5-8 കൊല്ലമായിട്ട് പോസ്ട്രേറ്റ് ഉണ്ട് എനിക്ക്. അപ്പം യൂറിമാക്സ് എന്ന് പറഞ്ഞ ഒരു ഗുളിക കഴിക്കുന്നുണ്ട് രാത്രിയില്. പിന്നെ വെട്രാം പ്ലസ് ആദ്യം കഴിച്ചു, ഡോക്ടറോട് ചോദിച്ചിട്ട് മെഡിക്കൽ കോളേജിലെ. പക്ഷെ എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ മലം പോകാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ മലം കൈകൊണ്ട് ചിലപ്പം വിരലിട്ട് എടുത്ത് കളയേണ്ടി വരുന്നു. ചെറിയ മുഴയുണ്ടെന്ന് എനിക്ക് സംശയം. പക്ഷെ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞു. 76 വയസ്സായി. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മൂത്രസഞ്ചിയുടെ അടിയിലായി മൂത്രനാളിയെ ചുറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്ഥാനം. ഇതിന് നേരെ പിറകിലായി വരുന്ന അവയവം വൻകുടലിന്റെ അവസാന ഭാഗം, റെക്ടം എന്ന് പറയും. അപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകുമ്പോൾ അത് മലശോധനയെയും ബാധിക്കാവുന്നതാണ്. കാരണം ഇതിന്റെ വീക്കം, ഈ ഗ്രന്ഥി വളരുന്നത് വൻകുടലിന്റെ അഗ്രഭാഗം, അതായത് റെക്ടം എന്നുള്ള ഭാഗത്തേക്കാണ്. അതുകൊണ്ട് മലബന്ധം ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരാവുന്നതാണ്. നേരത്തെ പറഞ്ഞ യൂറിമാക്സ് മാത്രം ഒരു ഗുളിക കഴിക്കുന്നതിനേക്കാളും നല്ലത് അതിന് മുമ്പ് കഴിച്ചിരുന്ന കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്. അത് യൂറിമാക്സ് ആണെങ്കിൽ യൂറിമാക്സ് D ഉണ്ട്. വെൽട്ടാം പ്ലസിൽ നിന്ന് യൂറിമാക്സിലേക്ക് മാറാനുള്ള സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
അത് കോമ്പിനേഷൻ, ഗ്ലാൻഡിന്റെ വലിപ്പം കൂടുതലാണെങ്കിൽ കോമ്പിനേഷൻ, 2 മെഡിസിനുകളുടെ കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഉചിതം. ഇപ്പൊ മെഡിക്കൽ തെറാപ്പി സക്സസ് ആയില്ലെങ്കിൽ ഉടനെ സർജറിയിലേക്ക് കടക്കുകയാണോ, അത് എൻഡോസ്കോപ്പിക് വഴിയാണോ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഏതൊക്കെ തരത്തിലാണ് സർജറികൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ മാലിഗ്നൻസി, ക്യാൻസർ അല്ലാത്ത വീക്കത്തിനുള്ള സർജറി എന്ന് പറയുന്നത് മൂത്രനാളിയിൽ കൂടെ ഒരു എൻഡോസ്കോപ്പിക് ഉപകരണം കടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ്. ഇതിന് TURP, ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പല ഭാഗങ്ങളുണ്ട്. ഈ മോഡലിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് നോർമൽ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റ് മൂത്രനാളിയിൽ നിന്നുള്ള, മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രനാളി ഇത്രയും വ്യാസമുണ്ട്. അതുകൊണ്ട് നോർമൽ പ്രോസ്റ്റേറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മൂത്ര തടസ്സം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് പ്രോസ്റ്റേറ്റിൽ വീക്കം വന്നു കഴിഞ്ഞാൽ, ഈ പടത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മൂത്രനാളി വളരെ ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മൂത്രം പോകാൻ തടസ്സം വരുന്നു. അപ്പോൾ മൂത്രനാളിയിൽ കൂടെ ഒരു ഉപകരണം കടത്തി ഈ തടസ്സം ഉണ്ടാക്കുന്ന ഭാഗം, അതിന് ഈ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ അല്ലാത്ത ഭാഗം വീക്കം വരുന്നത് പ്രോസ്റ്റേറ്റിന്റെ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്നാണ് കൂടുതലായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഭാഗം മാത്രം ഗ്രൈൻഡ് ചെയ്ത് കളയുന്ന ഓപ്പറേഷനെയാണ് TURP, ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ആരംഭദശയിൽ ഈ അസുഖം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പൂർണ്ണമായി എടുത്തു കളയണം. അതിന് റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി എന്ന് പറയും. ഇതുകൂടാതെ തന്നെ വേറെ ചികിത്സാ രീതികളാണ്. ചെറിയ ഗ്ലാൻഡ് ആണ്, വളരെ ചെറിയ ഗ്ലാൻഡ്, പക്ഷെ മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് അധികം പ്രതികരിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ടതാണ് ട്രാൻസ് യൂറിത്രൽ ഇൻസിഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. അതും എൻഡോസ്കോപ്പിക് ഓപ്പറേഷൻ ആണ്. ഒരു 2 ബ്ലാഡർ നെക്കിൽ 2 ഇൻസിഷൻ ഉണ്ടാക്കുന്നു. അപ്പം ബ്ലാഡർ നെക്ക് നന്നായി ഓപ്പൺ ചെയ്യുന്നു. അതിനെ ട്രാൻസ് യൂറിത്രൽ ഇൻസിഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയും. അതുപോലെ ഹോൾമിയം ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്നുള്ള ചികിത്സാ രീതിയുണ്ട്. അത് ലേസർ എനർജി വെച്ചിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ എന്യൂക്ലിയേറ്റ് ചെയ്ത് അതിനുശേഷം മോഴ്സിലേറ്റർ എന്നുള്ള ഉപകരണം വഴി ആ ഗ്ലാൻഡ് പുറത്തേക്ക് എടുക്കുന്ന സംവിധാനത്തെയാണ് ഹോൾമിയം ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്.